പൂക്കോട് വെറ്റിനറി കോളേജിലെ ഡീൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം പൂക്കോട് വെറ്റിനറി കോളേജിലെ ഒരാൾക്ക് ഇവിടെ ഒരു അത്യാഹിതം സംഭവിച്ചു. എല്ലാവരും മിണ്ടാതെ നിന്നിട്ട് ഇതിൻ്റെ ചാർജുള്ള വൈസ് ചാൻസലർ പറയുന്നതോ അല്ലെങ്കിൽ മന്ത്രി പറയുന്ന പോലെയുള്ളത്. ഞാൻ ഇതിൻ്റെ ചാർജുള്ള ആളാണ്. ഈ ചാർജുള്ള ഒരാളെ അറിയിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ചെല്ലും. അറിയിച്ചിട്ട് 10 മിനിറ്റിനുള്ളിൽ ഞാൻ ആ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ആശുപത്രി കൊണ്ടുപോയി ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ നടപടികളും ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. വീട്ടിൽ ഈ ദിവസം നമുക്ക് ഔദ്യോഗിക വാഹനം ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ ഒരു കുട്ടിയുടെ വാഹനത്തിലാണ് ഞാൻ ആംബുലൻസിനെ ഫോളോ ചെയ്ത് ആശുപത്രിയിൽ ചെന്നു. വൈത്തിരി താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ തന്നെ ഡോക്ടർ പരിശോധിച്ചു, മരണം സ്ഥിരീകരിച്ചു. അന്ന് ഞാനുണ്ട്, ഇത് അവിടെ കുട്ടികളുണ്ട്, മറ്റും ആശുമാരുണ്ട്. ഇത് കഴിഞ്ഞ് 10 മിനിറ്റിനുള്ളിൽ, മരണം കഴിഞ്ഞ് 10 മിനിറ്റിനുള്ളിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണകാന്ത് എന്ന് പറഞ്ഞ എൻ്റെ തന്നെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്. ആ സ്റ്റുഡൻറ്റിൻ്റെ കോണ്ടാക്ട് പേഴ്സണാണ് ഇദ്ദേഹത്തിൻ്റെ അമ്മാവൻ ഷിബു. അപ്പോൾ നമുക്ക് ഷിബുവിനെ അറിയിക്കണം, കൃഷ്ണകാന്ത് ഇതിന് വേണ്ട നടപടി എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത നടപടി എന്താണ് വേണ്ടതെന്നാണ്. ബന്ധുക്കളെ 10 മിനിറ്റിനുള്ളിൽ അറിയിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് അവിടുത്തെ കുട്ടി. എല്ലാ കാര്യവും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഇതിന് നമ്പർ നമുക്ക് വേണം. കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ നിന്ന് കുട്ടികളാണ്, അല്ലാതെ ഞാൻ ആരെയും വിളിച്ച് പറഞ്ഞ് നിങ്ങൾ അറിയിക്കുന്നതല്ല. കൃഷ്ണകാന്ത എന്ന് പറഞ്ഞ സ്റ്റുഡൻ്റാണ് ഈ സിദ്ധാർത്ഥൻ്റെ ഫസ്റ്റ് ഇയർ അഡ്മിഷന് ഈ അമ്മാവൻ്റെ അമ്മയുടെയും കൂടെ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ കൃഷ്ണകാന്തിനാണ് ഫോൺ നമ്പർ അറിയുക. ഫോൺ നമ്പർ അറിഞ്ഞ ഉടനെ തന്നെ കൃഷ്ണകാന്ത് വിളിച്ചു. ആ ഫോൺ ഇതിന് വേറൊരു വശം കൂടിയുണ്ട്. അതായത് ഇതിന് മുന്നേ ഒരു ദാരുണ സംഭവം ഈ ക്യാമ്പസിൽ നടന്നു. സജീൻ മുഹമ്മദ് എന്ന് പറഞ്ഞ ആൾ ആക്സിഡൻറ്റിൽ മരിച്ചു. മിംസിൽ കൊണ്ടുപോയി. ഞങ്ങളവിടെ പോയി. അദ്ദേഹം ICUവിൽ കിടന്നാണ് മരിച്ചത്. മരിക്കുന്നതിന് മുന്നേ ഞാനവിടെ എത്തിയിട്ടുണ്ട്. മരിച്ചതിന് ശേഷം ഞാൻ തന്നെയാണ് ഇവരുടെ അച്ഛനെ വിളിച്ച് പറഞ്ഞത്. അച്ഛനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഗുരുതരാവസ്ഥയിലാണ്, നിങ്ങൾ പുറപ്പെട്ടോളൂ എന്ന് പറഞ്ഞു. അവർ പുറപ്പെട്ടു. വീട്ടുകാരും കൂടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചെത്തിയപ്പോൾ അച്ഛൻ അവരോട് ഞാൻ വിളിച്ചും പറഞ്ഞു, മകൻ മരിച്ചു, ഇനി നിങ്ങൾ അതിനും കൂടിയുള്ള സൗകര്യം കൂടി കൂട്ടി വരണം. അപ്പോൾ അവരെന്ത് ചെയ്തു, അമ്മയെ അവർ ബന്ധുവീട്ടിലാക്കിയിട്ട് ഇവരിവിടെ 4 മണിക്ക് എത്തുന്നതിന് മുന്നേ അമ്മ കിണറിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഇങ്ങനൊരു ഇൻസിഡൻറ്റ് എനിക്ക് അനുഭവമുണ്ട്. ഞാനിത് ചെയ്തതാണ്. അപ്പോൾ ഇതിലൊരു വീഴ്ച വരാതിരിക്കാൻ വേണ്ടി നമ്മളെന്ത് ചെയ്തു, ഏറ്റവും പരിചയമുള്ള ആളെ കൊണ്ട് ഇത് അറിയിച്ചു. അല്ലാതെ വേറൊരു തരത്തിലും ഉണ്ടായിട്ടില്ല. ഇങ്ങനെയാണ് മരണങ്ങൾ അറിയിക്കുക. ഈ അമ്മാവനായിട്ടുള്ള ഷിബു തന്നെ അല്ല, ഞാൻ പറയട്ടെ, അമ്മാവനായിട്ടുള്ള ഷിബു അദ്ദേഹത്തിൻ്റെ അച്ഛനെ അറിയിച്ചത് ഇതുപോലെയാണ്. കാരണം മകൻ മരിച്ചത് ഇതൊരു മാനസിക പരിഗണനയുടെ കാര്യമാണ്. അല്ലാതെ കുട്ടികളെ അറിയിച്ചിട്ടില്ല എന്ന് ബന്ധുക്കൾ പിറ്റേ ദിവസം ഇവിടെ വന്നപ്പോൾ 6 മണിക്ക് വന്നപ്പോൾ അവർക്ക് ഗസ്റ്റ് ഹൗസ് അറേഞ്ച് ചെയ്ത് കൊടുത്തു. 10 പേരടങ്ങുന്ന ഒരു സംഘം ഇവിടെ വന്നു. ഗസ്റ്റ് ഹൗസിൽ ഞാൻ താമസിക്കാനുള്ള സൗകര്യം, ഫ്രഷ് ആവാനുള്ള സൗകര്യം, ക്യാൻറ്റീനിൽ കൊണ്ടുപോയി ഭക്ഷണം, അതുവരെ ഉണ്ടായ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാൻ അറിയിക്കാൻ ഉണ്ടായ കാരണം കൃഷ്ണകാന്തിനെ ഏൽപ്പിച്ചതിൻ്റെ കാരണവും ഞാൻ അവരെ ബോധ്യപ്പെടുത്തുക. അല്ലാതെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ മരിച്ചപ്പോൾ ഇതെല്ലാം ഡീൻ ചെയ്യണം എന്ന് വാശി പിടിക്കുകയല്ല ചെയ്യേണ്ടത്. മരണം അറിയിച്ചു. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അറിയിക്കാം. ഇത് ഞാൻ ഏൽപ്പിച്ച കുട്ടിയാണ്. ഞാൻ ഡീൻ എന്ന നിലയ്ക്ക് ഇവിടുത്തെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡോക്ടറാണ്. അയാൾ പാസ്സായ ഡോക്ടറാണ്. അയാളുടെ നാട്ടുകാരനാണ്. അയാളുമായിട്ട് അമ്മാവൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് തന്നെ അറിയിച്ചു. അല്ലാതെ ഡീൻ ഇതിൽ നിന്ന് അറിയിക്കാൻ വൈകി എന്ന് പറയുമ്പോൾ ഡീനിന് ഡോക്ടറെ കാണണ്ടേ, ഡീനിന് പോലീസ് സ്റ്റേഷനിൽ ചെല്ലണ്ടേ, ഡീൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവിടെ FIR ഇടാനുള്ള മൊഴി കൊടുക്കാനുള്ള കുട്ടികൾ വരണ്ടേ. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഗ്യാപ്പിലാണ് ഉണ്ടായത്. അല്ലാതെ വേറൊരു തരത്തിലുള്ള അതായത് 18-ാം തീയതി ഈ സംഭവം നടക്കുന്നത് 1:40-ന്. അതിനുശേഷം 2 മണി കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ എത്തുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മരണം സ്ഥിരീകരിക്കുന്നു, മോർച്ചറിയിലേക്ക് മാറ്റുന്നു, പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു, മൊഴി കൊടുക്കുന്നു, FIR ഇടുന്നു. FIR ഇടുന്നതിന് ഇവിടുത്തെ കുട്ടികൾ വരണം, കണ്ട കുട്ടികൾ വരണം, അവരെ വിളിച്ചു വരുത്തുന്നു. FIR ഇട്ട് കഴിഞ്ഞിട്ട് അവിടെ ഫ്രീസർ സൗകര്യമില്ല. ഇൻക്വസ്റ്റ് നടത്തണമെങ്കിൽ ബ്ലഡ് റിലേറ്റീവ്സ് വേണം. അതുകൊണ്ട് അതുവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ
നമ്മൾ അടുത്ത ആംബുലൻസ് വിളിച്ച് ബത്തേരിയിലുള്ള ഫ്രീസറുള്ള മോർച്ചറിയിലേക്ക് മാറ്റി. അവിടെ മാറ്റാനും ഞാൻ കൂടെ പോയിട്ടുണ്ടായിരുന്നു. 6:45 മോർച്ചറിയിലെത്തിയത്. അവിടെ അത് സൂക്ഷിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോലീസിൻ്റെ വഴി നടത്തിയിട്ടുണ്ട്. പോലീസ് ആംബുലൻസ് ഇങ്ങോട്ട് പോകുന്നപ്പോൾ തന്നെ പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്, ഹോസ്റ്റൽ പരിശോധിച്ചിട്ടുണ്ട്, സീൽ ചെയ്തിട്ടുണ്ട്.